ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുകയാണ്. സോ ഐ വാസ് ക്വൈറ്റ് ബിസി വിത്ത് മൈ കോളേജ് ലൈഫ്. സോ അതാണ് ഇത്രയും ലേറ്റ് ആയത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, നമ്മളെവിടെയാണ്? കൊച്ചി. ദാറ്റ് വാസ് എ സ്മോൾ ഇൻട്രോ. ആക്ച്വലി ഞങ്ങൾ പോയത് മൈസൂർ പാലസിലേക്കാണ്. സോ നമ്മൾ കർണാടക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മൈസൂർ പാലസ് എന്നുള്ളത്. നമ്മുടെ സ്കൂൾ ലൈഫിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ എന്തായാലും നമ്മൾ പോയിട്ടുള്ളവരെ എന്തായാലും നമ്മൾ ഈ മൈസൂർ പാലസ് എന്തായാലും വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഞാനും മൈസൂർ പാലസിലേക്ക് പോകുന്നത്. സോ ഗോവിന്ദൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 1 day ട്രിപ്പ് ഫ്രം ബാംഗ്ലൂർ എന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഒരു 1.5 to hours ജേർണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂരിൽ നിന്നും. ആൻഡ് അവിടുത്തെ ആർക്കിടെക്റ്റും ആ ഒരു ഭംഗിയും ആ ഒരു പഴമയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. സീ ദ ബ്യൂട്ടി, സീ ദ ക്ലെൻലിനെസ്, ദ നീറ്റ്നെസ് ദേ ഹാവ് മെയ്ഡ്. ഇറ്റ്സ് വെരി നൈസ് ടു സീ. സോ നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ എന്തായാലും മൈസൂർ പാലസിലേക്ക് എന്തായാലും നിങ്ങൾക്ക് പോകാം കേട്ടോ. സോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കുതിരവണ്ടി സവാരിക്കാരനെ കണ്ടു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒരു റൗണ്ട് പോകാമെന്ന് വിചാരിച്ചു. മൈസൂർ പാലസിൽ നിന്നും കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാണ് ഞങ്ങൾ. ഓക്കെ, ഒരു 30 to 40 minutes ജേർണി നമുക്ക് ഫുള്ള് കിട്ടിയത് അറൗണ്ട് മൈസൂർ പാലസ് ആയിരുന്നു ആ ജേർണി ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇത് പോകുന്നത്. സോ നമുക്ക് ആ മൈസൂർ പാലസിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും. ഇറ്റ് വാസ് ഓൾസോ വെരി ഫൺ ജേർണി. എവ്രി വൺ നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അടിച്ച് പൊളിച്ച് റൗണ്ടൊക്കെ ചുറ്റിപ്പോയി കേട്ടോ. സോ അയാളും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഈ വണ്ടി ഓടിക്കുന്ന ആളും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആളായിരുന്നു. സോ അയാൾ കുറേ ഇൻഫർമേഷൻസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ ആൾ ഇങ്ങനത്തെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഏരിയൻ്റെ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കയറി. ബട്ട് ഷോപ്പൊന്നും ചെയ്തില്ല, വി ജസ്റ്റ് വിസിറ്റ് ദെയർ ആൻഡ് കെയിം. അതിനുശേഷം ഞങ്ങൾ ഇതേമാതിരി പുല്ലൊക്കെ കൊടുത്തിട്ട് ഈ കുതിരയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തവർക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.